ഫുർസൻ ഐലൻഡിലെ മെയിൻ മാർക്കറ്റാണ് ഈ കാണുന്നത് കേട്ടോ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ആളുകൾ മുക്കുവന്മാര് കടലിൽ പോയിട്ട് അവര് മുത്തും പവിഴങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് പർച്ചേസ് ചെയ്തിട്ട് വേൾഡിൽ പല ഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ട് വലിയൊരു കച്ചവടക്കാരനായിരുന്നു റിഫായി. അദ്ദേഹത്തിന്റെ വീടാണ്. കല്ലുകൊണ്ടൊക്കെയാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മക്കളെ അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലാൻഡും പാരീസും ഒക്കെ യാത്രകൾ കഴിഞ്ഞ് വീണ്ടും നമ്മൾ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ എത്തിയിട്ട് നമ്മൾ ആദ്യത്തെ ട്രിപ്പാണ്. അതും ടീം ക്ലൗഡ്സ് ഓഫ് ഹബന്റെ കൂടെ ഫുൾ ഫാമിലി ഉണ്ട്. ക്ലൗഡ്സ് ഓഫ് ഹബന്റെ ഫുൾ ഫാമിലി ആയിട്ട് നമ്മളിതാ നേരെ നമ്മളിപ്പം പോകുന്നത് ജിസാനിൽ നിന്നും ഫുർസൻ ഐലൻഡിലേക്കാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫുർസൻ ഐലൻഡിലെ മനോഹരമായ കാഴ്ചകളായിരിക്കും. സോ അവിടെ എങ്ങനെ പോകാം, എങ്ങനെ ടിക്കറ്റ് കാര്യങ്ങൾ എടുക്കാം, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ള അവർക്കുള്ള വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഷമരലി ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അലി വ്ളോഗ്സ്. വെൽക്കം ടു ഫുർസാൻ. നമ്മളിതാ ഫുർസാനിലേക്ക് പോകാനുള്ള ടിക്കറ്റിൻ്റെ കോപ്പിയാണിത്. വൺ സൈഡും ഉണ്ട്, തിരിച്ചിങ്ങോട്ട് വരാനുള്ളതിൻ്റെയും കോപ്പി നമുക്ക് അതിന് പ്രിൻ്റ് ഔട്ടാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് പോകേണ്ട ടൈം, തിരിച്ച് വരേണ്ട ടൈം ഇതുണ്ട്. അപ്പം തിരിച്ച് വരേണ്ട 3:30, രാവിലെ പോകുന്നത് 7 മണി. ടൈമൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഫെറിയിൽ കയറി കഴിയുമ്പോൾ അവർ പിന്നെ പോർട്ടിൽ നിന്ന് സ്കാൻ ചെയ്യുന്ന ഒരു QR കോഡാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് വേണ്ടത്. ഇത് ഓൺലൈനിൽ നമുക്ക് എടുക്കാം, ഓഫ്ലൈനായിട്ട് അവരുടെ ഓഫീസിൽ പോയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. ഫുർസൻ ഐലൻഡിലേക്ക് ശരിക്കും നമുക്ക് വണ്ടിയായിട്ടും പോവാം, വണ്ടി ഇല്ലാണ്ടും പോവാം. ആക്ച്വലി 2 ദിവസത്തിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകണമെന്ന് നല്ലത്. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ചെറിയൊരു വാനൊക്കെ എടുക്കുകയാണെങ്കിൽ 300-400 ആ റേഞ്ചൊക്കെയാണ് അവിടെ ചാർജ് വരുന്നത്. അപ്പം നമ്മുടെ സ്വന്തം വണ്ടി, നമ്മുടെ പേരിലുള്ള വണ്ടി വേണം. അതല്ലാണ്ട് നമ്മളിപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. നമ്മുടെ പേരിലുള്ള വണ്ടിയാണെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ അതല്ല, ഇനി വണ്ടിയും കൊണ്ട് വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഷിപ്പിൽ പോകാൻ തീരുമാനിക്കുന്ന ആളുകളാണെന്നെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്ത്, അതായത് ഫെറി ആ ഒരു സ്റ്റേഷൻ്റെ അകത്ത് പാർക്കിംഗ് സൗകര്യം ചിലപ്പം കുറവായിരിക്കും, എസ്പെഷ്യലി ഓഫ് ഡേയ്സ് ദിവസങ്ങളിലൊക്കെ. അപ്പോൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്യുക. അതിൻ്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ സേഫ് ആയിട്ടുള്ള ഏരിയ നോക്കിയിട്ട് പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഗേറ്റ് എൻട്രൻസിനടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് ഫെറിയുടെ ഓഫീസിലേക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കയറിയിട്ട് പോയാൽ മതി. അപ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല, നടക്കണ്ട. അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷട്ടിൽ ബസ്സിൽ കയറി നമുക്ക് ഉള്ളിലേക്ക് എത്താം. അപ്പോൾ നമ്മളിതാ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകണ അതിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. ഇവിടെ വന്ന് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പിന്നെ ടിക്കറ്റ് സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ കൗണ്ടറിലൂടെ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ ഷിപ്പിലേക്ക് പോവാണ്. ഷിപ്പിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. വല്ലാണ്ട് ഇവിടെ പുറത്തേക്കാൻ പറ്റില്ല. ഇവിടെ സെക്യൂരിറ്റി വന്നിട്ടുണ്ട്, അകത്തേക്ക് കയറാൻ പറ്റില്ല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എവിടേക്കാണ് പോണത്? ഓക്കെ, സൈക്കോ വൻ വൈബിലാണ്. മുത്ത ഇതാണ് നമ്മളെ മെയിൻ ആശാന്. ട്രൗസറൊക്കെ ഇട്ടിട്ട് മെയിൻ ആശാന്. മോളിച്ചൂടെ കൊടുക്ക നമ്മളെ വീട്ടിലുള്ള എന്താ പറയാ, നമ്മുടെ ക്ലൗഡ്സ് ഓഫ് ഹബന്റെ അനിയായി കൈ മാറ്റടാ. അപ്പോൾ മക്കളെ, നമ്മളിതാ ഇവിടെ ഷിപ്പിൽ ഫാമിലി സെക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ കൂടെ നമ്മുടെ ക്ലൗഡ്സ് ഓഫ് ഹബന്റെ ഒരുപാട് ചങ്കുകളും ഫാമിലീസും കുട്ടികൾസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ഫാമിലി സെക്ഷനിലാണ്.
എല്ലാവരും അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് ഫാമിലീസിൻ്റെ കൂടെ അല്ല, നമ്മുടെ അപ്പുക്കുട്ടൻ്റെ കൂടെയാണ്. പക്ഷെ പാട്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ വിൻഡോ സീറ്റിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോകാനുള്ളത്. അപ്പോൾ അത് ആ സമയം ഏകദേശം 7 മണി ആയപ്പോൾ തന്നെ നമ്മുടെ ഷിപ്പ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മെല്ലെ അപ്പനെ പിടിച്ചിങ്ങനെ സൈഡൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നിനല്ല, നമ്മുടെ വിൻഡോ സീറ്റ് കൈക്കലാക്കി കുറച്ച് വ്യൂസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണിത്. സംഭവം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണോ, ഒന്നും പറയാനില്ല. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര വലിയൊരു ഷിപ്പിൽ യാത്ര ചെയ്യണത് തന്നെ. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ അത് ഒരു വേറൊരു വൈബ് തന്നെയാണ്. ഇവിടെ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്ത് തോന്നിയിട്ടുള്ളത് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഈ കോഫി ഷോപ്പ് ഉണ്ട്. നമുക്ക് വേണ്ട സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു TV സൗകര്യങ്ങൾ, AC എല്ലാ സെറ്റപ്പോടും കൂടിയുള്ള ഒരു അടിപൊളി എന്താ പറയുക ഒരു ആംബിയൻസ് ആണ് ഷിപ്പിൻ്റെ അകത്ത് നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റുന്നത്. മെയിൻ കാര്യം 5ന്റെ പൈസ കൊടുക്കാതെയാണ് യാത്ര. പൈസ ഇല്ല. ഇവിടുന്ന് നമ്മൾ വണ്ടിയൊന്നും കൊണ്ടുപോകാതെ പോവുകയാണെങ്കിൽ ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഫുർസാൻ ഐലൻഡിലേക്കുള്ള യാത്ര. ഒരു റിയാൽ പോലും കൊടുക്കണ്ട, ഫുൾ ഫ്രീ ആണ്. ലൈറ്റ് आता है. അതെ, അപ്പോൾ നമ്മളങ്ങനെ 1:45 1 മണിക്കൂറും 45 മിനിറ്റും യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ഫുർസാനിലെത്തിയിട്ടുണ്ട്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 8:45 എത്തിയത്. നമുക്ക് ഇനി ഫുർസാനിലെ കാഴ്ച കാണാം. താങ്ക് യു ബ്രോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, വലിയൊരു ചൂടൊന്നുമില്ല, ഒരു നോർമൽ ചൂട് തന്നെ ഉള്ളൂ. പിന്നെ ക്ലൈമറ്റ് വരുന്ന ടൈമിൽ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ പോയി. എന്തായാലും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ഫുർസാൻ ഐലൻഡിൽ. ലെറ്റ്സ് സീ വാട്ട് ഓൾ ആർ വെയിറ്റിംഗ് ഫോർ us. അപ്പോൾ അതാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുവാനുള്ള വാഹനം. അപ്പു ബാക്കിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട് കുട്ടികളുടെ കൂടെ. എന്താണ് അടുത്ത പ്ലാന്? നമ്മൾ ആദ്യം പോയിട്ട് ഇവിടുത്തെ വില്ലേജ് ഉണ്ട്, പഴയ ഏൻഷ്യന്റ് ആൻഡ് ട്രഡീഷണൽ വില്ലേജ്. അത് നമ്മൾ പോയിട്ട് കാണും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വയറിനകത്തോട്ട് ആദ്യം വയറിന്റെ അകത്തേക്കൊന്നുമില്ല. ഇല്ല. അതെന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചകളിൽ വരുമ്പോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ ഈ വില്ലേജ് 10 മണിക്ക് അടക്കും. അപ്പൊ ആദ്യം പോയിട്ട് വില്ലേജ് കണ്ടിട്ട് വയറിന്റെ അകത്തേക്ക്, അത് കഴിഞ്ഞിട്ട് ഉച്ചക്കൊക്കെ നല്ല ഫിഷ് മകളി അത് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. അടിപൊളി. അപ്പൊ അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാമേ. തീർച്ചയായിട്ടും. അപ്പം നമ്മളിതാ അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ഒരു വില്ലേജ്. ഈ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വന്ന വണ്ടികളാട്ടോ 1, 2 ഈ 2 വണ്ടിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ടീംസൊക്കെ ഇതാ പിന്നെ വില്ലേജിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന ടൈമിലൊക്കെ ഒരു വേറെ വ്ളോഗർ ഉണ്ട് ഇവിടെ, വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൗദി മല്ലു യൂട്യൂബേഴ്സിൻ്റെ അഭിമാന താരം.
ഇതിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ വളരെ നല്ലൊരു വൈബാണ്. കാരണം എന്താ വെച്ചാല് കണ്ടില്ലേ, കല്ലുകളൊക്കെ നല്ല മണ്ണ് കൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ്. മൊത്തത്തിലൊരു ട്രഡീഷണൽ ഫീലാണ് കേട്ടോ. മൊത്തത്തിൽ കാണുകയാണെങ്കിൽ മൊത്തത്തിൽ ട്രഡീഷണൽ ഫീലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കമോൺ. ഇവിടെ ഈ ചെയറൊക്കെ ഉണ്ടല്ലേ, നല്ല മരം കട്ട് ചെയ്ത് വെച്ച പോലത്തെ. പക്ഷെ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് സിമെൻ്റ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നടപ്പാതകൾ, നമ്മുടെ പണ്ടൊക്കെ തറവാട്ടിലൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ വരമ്പുകൾ, മണ്ണൊക്കെ തേച്ചിട്ട്, മണ്ണും ചാണകമൊക്കെ തേച്ചിട്ട് ചെയ്യുന്നൊരു സെറ്റപ്പ്. അതുപോലെ ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള കസേര കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്, ചെറിയ തോട്ടങ്ങൾ, ഫ്ലവേഴ്സ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് പണ്ട് കാലത്തെ ഒരു വീടാണ്. അബ്ദുൽ അബ്ബാസ് ഹൗസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ. ആ ഒരു വീട്ടിലേക്കാണ്. ആക്ച്വലി പണ്ടത്തെ അവർ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീടാണിത്. ഉണ്ടല്ലേ, ഇത് ഫുള്ള് കാണുമ്പോൾ കാണാൻ പറ്റും. മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മണ്ണ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ഓരോ പണിയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാണ് ഒരു അവരുടെ മെയിനായിട്ടുള്ള റൂമാണ് ഇത് കാണുന്നത്. ഉണ്ടോ, നല്ല മരങ്ങൾ കൊണ്ട്, മരപ്പലകൾ കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഓല കൊണ്ട് മെടഞ്ഞിട്ടുള്ള സെറ്റപ്പിലാണ്. ചെറിയ ഇതാ കണ്ടില്ലേ, നമ്മുടെ ലാമ്പും കാര്യങ്ങളും ഓല മെടഞ്ഞൊരു സെറ്റപ്പ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഒരു വേറെ ഫീലാണ്. ഇപ്പോഴത്തെ ഇവർ ജസ്റ്റ് ഒന്ന് എ സിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പണ്ടത്തെ ഒരു ഫീലിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ. അപ്പൊ അടുത്തതായി ടീം ക്ലൗഡ്സ് ഓഫ് അഭ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്. ഓ പായ വിരിച്ച് പായലൊരുമ്പന നെല്ലു പോലിച്ച് നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതു കുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. അവരുടെ ഗാനമേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഈ കാടുകളിലൂടെ നടന്നു പോകുന്നു. ഇവിടെ ഒരു കുഞ്ഞ് കിണറുണ്ടല്ലേ, ഇത് കല്ലൊക്കെ വെച്ച് ചെറിയൊരിത് വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞൊക്കെ റെസ്റ്റ് എടുത്ത് ഓരോരുത്തർ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഓരോ ആളുകളുണ്ട്. ചെറിയൊരു ഷോപ്പുണ്ട് ഇവിടെ, നമുക്ക് കോഫിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കുടിക്കാനൊക്കെ പറ്റിയ ചെറിയൊരു ഷോപ്പുണ്ട്. എന്നാലും പ്രത്യേകിച്ച് ഒരു വലിയൊരു ആംബിയൻസിനാണ്. മൊത്തത്തിൽ എല്ലാം കാണാൻ ഒരുപോലെ തന്നെ, ഓരോ വീടുകളും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. സംഭവം ഏതായാലും അടിപൊളിയാക്കണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ആളുകൾ മുക്കുവന്മാരെ കടലിൽ പോയിട്ട് അവര് മുത്തും പവിഴങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് പർച്ചേസ് ചെയ്തിട്ട് വേൾഡിൽ പല ഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ട് വലിയൊരു കച്ചവടക്കാരനായിരുന്നു റിഫായി. അദ്ദേഹത്തിന്റെ വീടാണ്. അതിന്നും ഒരു ട്രഡീഷണൽ ആയിട്ട് ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്നു. അത് അതിന്റെ ഒരു അവരെ പിന്നെ ഡീറ്റെയിൽ ഒക്കെ ഉള്ള ഒരു പിന്നെ ഹിസ്റ്റോറിക്കൽ ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡൊക്കെ രത്നത്തിൽ പതിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കാലങ്ങളിൽ വന്നിരുന്ന ടൂറിസ്റ്റുകൾ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങൾ പറിക്കാൻ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഹൗസിലോട്ട് ഞങ്ങൾ 3 ആള് വന്നത്, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്താണ് സ്പെഷ്യല്? ചിക്കൻ മുഷക്കലല്ലേ? നമ്മളങ്ങനത്തെ വില്ലേജിൽ നിന്ന് നേരെ വന്നത് ഇതാ ഒരു ബൂഫിയൊക്കെയാണ്. ഫുഡ് അടിയാണ് മെയിൻ. ഫുഡ് അടി മെയിൻ ഇല്ലാണ്ട് വീലുണ്ടല്ലേ. ഇത് മുഷക്കൽ സാൻഡ്വിച്ച് ആണ്. മാത്രം കിട്ടുന്ന ഒരു വെറൈറ്റി സാൻഡ്വിച്ച്. സംഭവം അടിപൊളിയാണ്. ഇപ്പൊ ഫുഡ് സാൻഡ്വിച്ച് വരുന്നവരെല്ലാം ഈ ബൂഫിയിൽ യൂസ് ചെയ്യാം. പേര് അപ്പൊ അതാണ് നമ്മള് ബൂഫിയ, ഇതാണ് നമ്മള് ഫുഡ് അടിച്ച ബൂഫിയ കേട്ടോ. അടിപൊളി. അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അല്ലേ? അത്യാവശ്യം നല്ല അഭിപ്രായം അല്ലേ ഫുഡ്?
പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, പൈസ ഫുള്ള് കൊടുത്തു. റിമോട്ട് ഏരിയകളിൽ വരുമ്പോൾ ഫുഡ് നമുക്ക് ഭയങ്കര വിഷയമായിട്ട് കിട്ടും. അതെ, പക്ഷെ നമ്മുടെ ഈ ഏരിയയിൽ വന്നപ്പോൾ നല്ല സാൻഡ്വിച്ച്, ഒരു എന്താ പറയാ, നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ചാണ്. ഫുർസാൻ ഐലൻഡിലെ മെയിൻ മീൻ മാർക്കറ്റാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടല്ലോ അതിൻ്റെ ഒരു ഗേറ്റിന് തന്നെ കൊടുത്ത ഡിസൈൻ കണ്ടല്ലേ, നല്ല മീനൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു ഡിസൈന്. ഇവിടെ കച്ചവടം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. മീൻ കിട്ടിയോ? അപ്പോൾ മീൻ കിട്ടിയോ? വിലക്കുറവുണ്ട്, മേടിക്കാൻ മനസ്സ് വരുന്നത്. പക്ഷെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. മീനുണ്ട്, നമ്മൾ ഈ മാർക്കറ്റിൽ കാണുന്ന ടൈപ്പ് ഒന്നും അല്ല, അല്ലാണ്ട് തന്നെ വെറൈറ്റി കുറെ മീനുകളുണ്ട്. അല്ലേ, ഇന്ന് ഉച്ചക്ക് ബിരിയാണിക്കുള്ള മീൻ നമ്മുടെ ഫാരിസ്ക്കും ടീംസ് ഇതാ മീൻ മേടിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ ഫാരിസ്ക്ക് എന്താണ് പരിപാടി? അപ്പൊ നമ്മളിവിടെ മീൻ ഏൽപ്പിച്ചു. ഇനി ഒരു റൈസും നമുക്ക് ഉണ്ടാക്കി തരും, നല്ല നമ്മളൊരു നാടൻ സ്റ്റൈലില് ഉണ്ടാക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് ബീച്ചിലൊക്കെ പോയി ഇപ്പൊ നമ്മൾ നേരെ ബീച്ചിലേക്ക് കുളിക്കാൻ പോവാണ്. നേരെ ബീച്ചിൽ കുളിക്കാൻ പോകും. കുളിച്ച് ജുമ കഴിഞ്ഞ് വന്നിട്ട് അതെ, നേരെ ഫുഡ് അടി. ജുമാക്ക് നമ്മള് എന്താ പറയാ, പിന്നെ അതിന്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. ജുമായും കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് നേരെ വരിക, മീൻ ഫുള്ള് സെറ്റ് ആയി. നമ്മൾ ഇവിടുത്തെ സാധനം എടുക്കും. മീനിന് സാധനം എടുത്തിട്ട് ബീച്ചിൽ തന്നെ ചെറിയ ഹട്ടുകളുണ്ട്. അത് കുറെ ബീച്ച്, പല സൈസിലുള്ള ബീച്ച് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഹട്ടൊക്കെ ഉള്ള ഒരു ബീച്ച് ഉണ്ട്. അവിടുന്ന് നമ്മളെല്ലാരും കൂടി അവിടെ വട്ടത്തിൽ ഇരുന്നിട്ട് ഫുഡ് അടിക്കും, കഴിച്ചിട്ട്. അപ്പൊ നമ്മളിതാ അങ്ങനെ ഫുർസാൻ ഐലൻഡിലെ മീൻ മാർക്കറ്റിൽ നിന്നും നേരെ ബീച്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു. സൈക്കോ ഉറങ്ങുകയാണ് സുഹൃത്തുക്കളെ, സൈക്കോ ഉറങ്ങുകയാണ്. സോ നമ്മളിതാ ഐ ലവ് ഫറാസാൻ എന്നാട്ടോ അല്ലേ, ഓരോരുത്തരും ഓരോ പേരാ പറയല്ലേ. ഫുർസാൻ ഐലൻഡ്, ഫർസാൻ ഐലൻഡ്, ഇതിൽ ഫറാസാൻ എന്ന് എഴുതിയിട്ടുള്ളത്. ഇവിടെ എത്തി. അത്യാവശ്യം നല്ല അടിപൊളി ഒരു ബീച്ച് തന്നെ കേട്ടോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ളതും സെറ്റപ്പ്, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ടീംസൊക്കെ അതാ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളൊന്നും നോക്കണില്ല, നമ്മളും കുളിക്കാനുള്ള പരിപാടിയാണ്. അയ്യോ അവസാനം കാത്തിരിപ്പിന് വിരാമം കിട്ടുകൊണ്ട് മീൻ പൊള്ളിച്ചതും റൈസ് വെച്ചിരിക്കുന്നു. അതിന്റെ ഇതിൽ ചോറുണ്ട് കേട്ടാ. ആരോ തല കുഞ്ഞിരിക്കണോ? കിടക്കണോ? അപ്പോൾ മക്കളെ, നമ്മളിതാ നമ്മുടെ ഷിപ്പ് നിർത്തിയതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ്. നമ്മൾ ഷാവുൽക്ക് പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടി വന്നതാണ്. ഒരുപാട് ചെറിയ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിൽ നല്ല ബ്ലൂ കളറായിട്ടുള്ള നല്ല കിടിലൻ ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, നല്ല മീനുകൾ കാണുന്നുണ്ട്, അരയന്നങ്ങൾ കാണുന്നുണ്ട്. വേറൊരു വൈബ് ഒരു ഏരിയ കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ മക്കളെ, അങ്ങനെ നമ്മളിതാ വൺ ഡേ ഫുർസാൻ ഐലൻഡിലെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞതാ. ചെക്കന്മാരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് നിൽക്കുകയാണ്. എന്താണ് പറയാനുള്ളത് സംഗതി? വൈബ്. അപ്പൊ എന്തായാലും എല്ലാവരും അടിച്ചു പൊളിച്ച് ഒരു രക്ഷയില്ലാത്ത ആവേശം തന്നെ കേട്ടോ. അപ്പൊ ഫുർസാൻ ഐലൻഡിലേക്ക് വരേണ്ട ആൾക്കാർക്കുള്ള ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്റ്റും എല്ലാം കൊടുക്കുന്നുണ്ട്. യെസ്, എല്ലാം ഫാരിസ്ഖാന്റെ നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പൊ ഒന്നും നോക്കണ്ട മക്കളെ, പെട്ടെന്ന് തന്നെ ജിസാന് ഫുർസാൻ ഐലൻഡിലേക്ക് വണ്ടി കയറിക്കോളി. അപ്പൊ എന്തായാലും മറ്റു നല്ല കിടിലൻ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ്